ശനിയാഴ്ച രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി ആതിരാൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു നടക്കാൻ വരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയായി. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എണീക്കാനൊന്നും മടിയില്ല കേട്ടോ. 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ എണീറ്റു. 6 മണിയൊക്കെ ആയപ്പോഴേക്കും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ചുമ്മാ ഒന്ന് കാണിക്കാം. JKK എന്ന് പറയും. അതിനോട് ചേർന്ന് തന്നെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. നമ്മൾ താമസിക്കുന്നത് നിഷിക്കസ എന്ന് പറഞ്ഞ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഒത്തിരി റൂമുകളുണ്ട്. നമുക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനും പാർട്ടികളൊക്കെ കണ്ടക്ട് ചെയ്യാൻ റിസർവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ലൈബ്രറിയിൽ അധികവും ജാപ്പനീസ് ബുക്സ് ആണ്, കുറച്ച് ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ആൻറ്റീന്ന് വിളിക്കണതേ കുട്ടികൾ വിളിക്കണ പോലെ വിളിക്കണതാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട്, അയ്യോ ഇത്ര പ്രായമല്ലേ ഉള്ളൂ എന്തിനിങ്ങനെ ആൻറ്റീന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ തമ്മിൽ എങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കണം, ആദു ആൻറ്റി, ശ്രീ ആൻറ്റി എന്നൊക്കെ കേട്ടോ. ഒത്തിരി പേര് പല കൺട്രിയിൽ നിന്നായിട്ട് മലയാളികൾ കേട്ടോ ജപ്പാൻ കാണാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. വേറെ ഒന്നല്ല, ഇവിടെ ചെറി ബ്ലോസം സീസൺ ആണല്ലോ, പതിവില്ലാണ്ട് കുറേ മെസ്സേജസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെറി ബ്ലോസം ആയിട്ട് കാണാനൊന്നും പോയിട്ടില്ല. ഇത് നടക്കാൻ പോയപ്പോൾ വഴിയിൽ കണ്ടൊരു മരമാണ്. ഇത് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് എടുത്തതാണ്. പക്ഷെ വല്ലാത്തൊരു വിഷമമുണ്ട്, ഇത്രയും പേര് ഇത്രയും ദൂരം നിന്ന് വന്ന് കണ്ടു പോകുന്നു. പക്ഷെ നമ്മളിവിടെ അടുത്ത് കിടന്നിട്ടും കാണാനൊന്നും പോയിട്ടില്ല. പിന്നെ മഴയും തണുപ്പും വെയിലൊക്കെ ഇങ്ങനെ മാറി മാറി കളിക്കായിരുന്നു. അപ്പോൾ ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് തീർന്നു പോകും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ആഴ്ച എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തായാലും ഒന്ന് പോയി കാണണമെന്നുണ്ട്. എല്ലായിടത്തും കഴിഞ്ഞൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഞങ്ങൾ കുറച്ച് ദൂരത്തേക്കൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇന്ന് പക്ഷേ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ നേരം വൈകി എത്തിയാൽ ശരിയാവില്ല. രാത്രിയാണ് എല്ലാവരും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് OK സ്റ്റോറിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കട തുറക്കണതിന് മുമ്പ് തന്നെ പുറത്ത് ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ കടയിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ഗണേശ് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീമും ചോക്ലേറ്റും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മേടിച്ചു. വേഗം വീട്ടിലെത്തി. ഇപ്പോൾ തലേദിവസം സെറ്റാക്കി വെച്ച കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഗണേശ് ഉണ്ടാക്കി ഒഴിച്ചു. കാണാൻ വലിയ ലുക്കൊന്നുമില്ല, എന്നാലും പിന്നെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കും. ടേസ്റ്റ് വൈസ് ഓക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ റെഡ് ബി കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. പനീർ മൊമോസ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ഇത്തിരി ക്യാപ്സിക്കം, പനീറൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞതൊന്ന് സോട്ട് ചെയ്തെടുത്തോളാൻ. കണ്ട വീഡിയോസിൽ അധികം റോ ആയിട്ട് വെക്കണതാണ് കണ്ടത്. അടുത്തത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. മുട്ടപ്പോള എന്നാണ് തോന്നുന്നു പറയുക. നമ്മൾ ഇറച്ചിപ്പത്തിരി ഇങ്ങനെ ലെയറൊക്കെ ഇട്ടുണ്ടാക്കില്ലേ, അതിന് പകരം ഈ മുട്ടയാകുമ്പോഴേ 2 ലെയറിൽ അവസാനിച്ചു. ഒരു ലെയർ ബാറ്റർ ഒഴിക്കുക, മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുക, മസാല വെച്ച് കൊടുക്കുക, ഇത്തിരി ബാറ്റർ ഇട്ടിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ മൊമോസിൻ്റെ ഫില്ലിംഗ് ആണ്. അതിലും ക്യാബേജും ക്യാരറ്റും ചിക്കനും പെപ്പർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് നല്ലപോലെ ഉലർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി വേറൊരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഈ അടുത്ത് ഞാൻ ബിരിയാണി പരീക്ഷണം നടത്തിയത് നമ്മുടെ ജിക്കുട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ എനിക്കൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഞാനിത് കണ്ടിരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ച് ചെയ്തതാണ് കേട്ടോ പാരഗൺ ബിരിയാണിയുടെ റെസിപ്പി കണ്ടപ്പോൾ. അപ്പോൾ അതിങ്ങനെ എളുപ്പത്തിലുണ്ടാക്കുക, വഴറ്റാനും ഒന്നും സമയം വേണ്ട. ഇങ്ങനെ കുക്കറിൽ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ റെസിപ്പി ആയിട്ടൊന്നും ഇടുന്നില്ല, ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല റെസിപ്പി ആയിട്ട് ഇടാൻ. പിന്നെ നമ്മുടെ മൊമോസൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു. വെജ് ഒരു തരത്തിലും നോൺ വെജ് ഒരു തരത്തിലും. ഗോപിക ആൻറ്റി കൂടി വന്നിട്ടാണ് ഇത് മടക്കി സഹായിച്ചത് കേട്ടോ. അല്ലെങ്കിൽ നല്ല പണിയാണ്, അയ്യോ നല്ല ക്ഷമ വേണം. ബിരിയാണി അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. നമ്മുടെ പനീർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ബിരിയാണിയും അങ്ങനെ ഓണിയനൊക്കെ വറുത്തിട്ട് എല്ലാതും നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അത്ര ക്വാണ്ടിറ്റിയിലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിലൊരു സംഭവം ഉണ്ടാക്കണത്. എന്തായാലും സംഭവം കാണാൻ നല്ല ലുക്ക് ഉണ്ട്, നമുക്ക് തുറക്കുമ്പോൾ കാണാം കേട്ടോ. ബാക്കി നമ്മുടെ ചിക്കൻ ഗ്രേവി തിക്കായിട്ട് ഒന്ന് അടിയിൽ ലെയർ ഉണ്ട്, പിന്നെ മുകളിൽ റൈസ് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മുകളിലൊരു വെയിറ്റും വെച്ച് അവിടെ 20 മിനിറ്റ് ദമ്മിടാൻ വെച്ചു. പിള്ളേർ വന്ന് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇവർ മൂന്നാളുമാണ് ഇപ്പോഴത്തെ ഡെയിലി കളിക്കാര്, കുഞ്ഞുണ്ണി, കിച്ചു, ജിക്കു. അപ്പോൾ പിന്നെ അതാ അമ്മക്കുട്ടി ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി നല്ല കളിയാണ്. ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും വരുന്ന സമയമായപ്പോഴേക്കും നമ്മൾ മൊമോസ് സ്റ്റീം ചെയ്യാൻ വെച്ചു. മൊമോസിന് ഒരു പണി കിട്ടിയത്, നമ്മൾ നേരത്തെ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ പ്ലേറ്റിൽ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെക്കാൻ കുറച്ച് പാടുപെട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബേക്കിംഗ് ഷീറ്റ് വിരിച്ചിട്ടാണ് ബാക്കി മൊമോസ് കുക്ക് ചെയ്തത് എടുത്ത് വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ നേരിയ വെള്ളമുള്ള കാരണേ, ആവി വെള്ളമൊക്കെ ഉള്ള കാരണം അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഗോപികാൻ്റെ എല്ലാം നല്ല ഭംഗിയിലൊക്കെ അറേഞ്ചൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ നല്ല ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാം കൂടി കൂട്ടിയിട്ട് തിളപ്പിച്ചിട്ട് അരക്കേ വേണ്ടു. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റെസിപ്പി ആയിട്ട് ഇടാം. പിന്നെന്താ, അവിടെ നല്ല ഒളിച്ചുകളി, നല്ല മേളാണ്. സത്യം പറഞ്ഞാൽ പിള്ളേർ ഓടുമ്പോഴേ പേടിക്കണം. താഴേന്ന് ആൾക്കാരൊക്കെ വന്ന് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യും കേട്ടോ. ചിലവർക്ക് ദേഷ്യം വന്ന പോലീസിനെ വരെ വിളിക്കും. പക്ഷെ വുഡൻ ആണല്ലോ വീട് മൊത്തത്തിൽ. അപ്പോൾ പിള്ളേരൊന്നും ചെറുതായിട്ട് ഓടിയാൽ മതി. പാവം പിള്ളേർ, കഷ്ടം തന്നെയാണ് അവരുടെ കാര്യം. ഈ വീടിൻ്റെ ഹൗസ് ടൂർ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ താഴത്തെ വീട്ടിൽ പോയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജാപ്പനീസ് അച്ചാച്ചനും അമ്മാമ്മയായിരുന്നു. അപ്പോൾ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ പറയുകയും ചെയ്തിട്ടാണ് നമുക്ക് 2 ആൺകുട്ടികളുണ്ട്, ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടപ്പോള അതാ മുറിച്ചെടുക്കുകയാണ്. മുട്ടപ്പോളയുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ഒന്നല്ല, പക്ഷെ എന്നാലും കൊള്ളാം, കഴിക്കാം. ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. എന്തൊരു പെട്ടെന്നാണ് അറിവ് ഉണ്ടാക്കി കഴിഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടി വന്നു കഴിക്കാനൊക്കെ തുടങ്ങി. നമുക്ക് ഇത്തിരി സ്ഥലമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് പോലും ഇല്ല നമ്മുടെ ഈ ഒരു റൂമിന്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഇതാണ് നമ്മുടെ ബിരിയാണി. ബിരിയാണി സൂപ്പറായി എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയായി. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഫ്ലാറ്റായിട്ട് ഇരിപ്പായി. വീഡിയോ എടുത്തത് സ്ലോ മോഷൻ ആയി പോയി എന്ന് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഗെറ്റ് ടുഗദറൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കായിട്ട് വിളിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ അങ്ങനെ കൂടിയതാണ്. പിന്നെ നമ്മുടെ ജിക്കുട്ടൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തലേദിവസമായിരുന്നു. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി വെച്ചു. പിന്നെ ശ്രീയങ്കിളിൻ്റെയും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ആളുടെയും കൂടി ബർത്ത്ഡേക്ക് ഒരു കേക്ക് അങ്ങോട്ട് വലുതാക്കി ഉണ്ടാക്കി 2 ആളും കൂടി മുറിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. ജിക്കുവിൻ്റെ ബർത്ത് ഡേറ്റ് മാർച്ച് 29-നാണ്, അതാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനായാലും വലിയ ആഘോഷമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഏപ്രിൽ 1 ആകുമ്പോഴേക്കും ഇവർക്ക് സ്കൂള് സ്റ്റാർട്ടാവും. ഇപ്പോൾ അവരൊക്കെ പുതിയ ക്ലാസ്സിലേക്കാവും. അങ്ങനെ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയി കേട്ടോ. ജിക്കു അതെ, കിച്ചു അതെ. കേക്ക് കട്ട് ചെയ്യണ സമയത്ത് അവർക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല, വേണ്ടാന്നേ പറയുള്ളൂ. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ചൂടോടെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യണ സമയത്ത് ആ കേക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ കേക്ക് സെറ്റായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കൊടുക്കൂലേ, അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും അന്നത്തെ ദിവസം നല്ല അടിപൊളിയായി കേട്ടോ. വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ പരീക്ഷിച്ച റെസിപ്പികളായാലും ഒരുവിധം സക്സസ് ആയി. അപ്പോൾ തന്നെ ഹാപ്പി ആയി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ ടെൻഷൻ്റെ ആളാണ്. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് പണികളും കാര്യങ്ങളൊക്കെ തിക്കും തിരക്കും ആകുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നേരം പോവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻ കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുക്കാഞ്ഞത്. അങ്ങനെ എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി തുടങ്ങി. അപ്പോൾ ഇനി നമുക്കും ബൈ ബൈ ഒക്കെ പറയാനുള്ള സമയമായി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.